പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസ് ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ഇൻ ദ വേരിയബിൾ എക്സ് ഇൻ വിച്ച് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ദി എക്സ് സ്ക്വയർ ടേം ഈസ് -7. അപ്പോൾ ഡിഗ്രി 3 ഉള്ള ഒരു പോളിനോമിയൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വേരിയബിൾ എക്സ് ആയിരിക്കണം. അപ്പോൾ ഡിഗ്രി 3 ഉള്ള പോളിനോമിയലിനെ നമ്മൾ എന്താ വിളിക്കുക? ക്യൂബിക് പോളിനോമിയൽ എന്നാണ് വിളിക്കുക, അല്ലേ? അപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എന്താ വരിക? ക്യൂബിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താ വരിക? ax³ പ്ലസ് bx² പ്ലസ് cx+d. ഇതാണ് ക്യൂബിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? x² ടേം -7 ആയിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് -7 ആയിരിക്കണം. അതായത് b -7 ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ക്യൂബിക് പോളിനോമിയൽ ഡിഗ്രി 3 ഉള്ള പോളിനോമിയലും ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഡിഗ്രി 3 ഉള്ള x³ എഴുതി. ഇനി ഇതിൻ്റെത് കോഎഫിഷ്യൻ്റ് -7 ആണ് വേണ്ടത്. അപ്പം -7 x² പ്ലസ് ബാക്കിയുള്ളതൊക്കെ നമുക്കിഷ്ടമുള്ളത് എഴുതാം. ഇവിടെ ഞാൻ 2x + 1 എന്ന് എഴുതുന്നു. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസൊക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് വാല്യൂ ഓഫ് ദി വേരിയബിൾസ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ പോളിനോമിയൽസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ പോളിനോമിയലിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ ഈസ് 5x² - 3x + 7 ആണ്. ഇവിടെ if x = 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ അർത്ഥം ഈ എക്സിൻ്റെ വാല്യൂസിന് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് x = 1. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 5 എക്സിൻ്റെ പ്ലേസിലെല്ലാം 1 ആകും. 5 × 1² - 3 × 1 + 7 = 5 - 3 + 7. 5 - 3 is 2, 2 + 7 is 9. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് ഇക്വേഷൻ 4t³ - t² + 6. ടിക്ക് എ എന്ന വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് t = a. അപ്പോൾ എന്ത് വരും? 4a³ - a² + 6. വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. If we multiply a number by 5/2 and add 2/3 to the product, we get -7/12. Find the number. അതായത് ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ 5/2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ 2/3 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ 2/3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -7/12 കിട്ടും. ആ നമ്പർ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ നമുക്കറിയില്ല. ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ 5/2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ 2/3 ആഡ് ചെയ്യുന്നു. അന്നേരം നമുക്ക് -7/12 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ അറിയാൻ വയ്യാത്തത് കൊണ്ട് നമുക്ക് നമ്പറിനെ എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്തെഴുതാം? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് പറയാം? ഈ നമ്പറിൻ്റെ കൂടെ 5/2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5/2 × x. അപ്പോൾ 5/2 x എന്ന് വരും. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി. ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ 2/3 ആഡ് ചെയ്യുന്നു. add 2/3 to the product. നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേ? -7/12 കിട്ടും. ഫൈൻഡ് ദ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇനി ചെയ്യേണ്ടത് എക്സ് ഇല്ലാത്ത ടേമിനെ നമ്മൾ ആദ്യം RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. അതായത് ഈ 2/3 നമ്മൾ എങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു?
RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 5/2x ഇസ് ഇക്വൽ ടു RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ RHSലുള്ള ടേം നമ്മൾ അതേപോലെ എഴുതുന്നു. എന്നിട്ട് വേണം ഇവിടെയുള്ളതിനെ ട്രാൻസ്പോസ് ചെയ്യാൻ. ഇവിടെ 2/3 പോസിറ്റീവാണ്, RHSൽ പോകുമ്പോൾ നെഗറ്റീവ് ആവും. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, താഴെ തന്നെ എഴുതാം. അപ്പോൾ 5/2x ഈസ് ഇക്വൽ ടു ഇവിടെ LCM എന്ത് വരും? 12ൻ്റെയും 3യുടെയും കൂടെ LCM 12 തന്നെ വരും. കാരണം എന്താ? 3യുടെ മൾട്ടിപ്പിൾ ആണ് 12. അപ്പം രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ ഒന്ന് അടുത്തതിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതായിരിക്കും LCM. ഇവിടെ 3യുടെ മൾട്ടിപ്പിൾ ആണ് 12. 12 ഈസ് ദി LCM. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ നമുക്ക് 12 ആക്കേണ്ട കാര്യമില്ല, ഓൾറെഡി 12 ആണ്. അപ്പം ന്യൂമറേറ്റർ അതേപോലെ എഴുതുന്നു. മൈനസ് ഇവിടെ നമുക്ക് 12 ആക്കണം. 12 ആക്കണേ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 2s are 8. ഡിനോമിനേറ്റർ 12 നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ 5/2x ഈസ് ഈക്വൽ ടു -7 - 8 ഈസ് -15/12 എന്ന് നമുക്ക് കിട്ടി. -15/12 കിട്ടി. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 15 ഡിവൈഡഡ് ബൈ 3 ഈസ് 5, 12 ഡിവൈഡഡ് ബൈ 3 ഈസ് 4. അപ്പോൾ 5/2x ഈസ് ഈക്വൽ ടു -5/4. നെഗറ്റീവ് സൈൻ ഇടാൻ മറക്കരുത്, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇനി ഈ 5/2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. സോ x ഈസ് ഈക്വൽ ടു -5/4. ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ ഡിവിഷന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് പകരം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ 2 എവിടെ പോകും? ഇപ്പുറത്ത് വരുമ്പോൾ ന്യൂമറേറ്ററിൽ പോവും. 5 ഇപ്പുറത്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ പോകും. ഇനി ഇവിടെ 2ഉം 4ഉം കൂടെ ക്യാൻസലാകും. ഇവിടെ 2 വരും. 5ഉം 5ഉം ക്യാൻസലായിട്ട് ഇവിടെ 1 വരും. എക്സ് നമുക്ക് എന്ത് കിട്ടി? -1/2. അപ്പോൾ നമ്പർ എന്താണ്? ദെർഫോർ ദ നമ്പർ ഈസ് -1/2. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.